ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർക്യൂട്ട് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഞാനത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഹാപ്പി ന്യൂ ഇയർ! അടിപൊളിയല്ലേ? ഹാപ്പി ന്യൂ ഇയർ! ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർക്യൂട്ട് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിൽ നൈറ്റ് വ്യൂവും അതുപോലെ ലൈറ്റിങ്സും അതുപോലെ ക്രിസ്മസ് ട്രീയും കാണാൻ വന്നേക്കാട്ടോ. കൂടെ ഉള്ളത് ജോഷിയാണ്. ഈ പ്രാവശ്യം ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത് വൈപ്പിൻ ഫോർട്ട് കൊച്ചി ജങ്കാർ സർവീസിലാണ്. അപ്പോൾ ജങ്കാറിൻ്റെ ടൈമിംഗ് വന്നത് മോർണിംഗ് 6:30 to 9 PM ആണ്. വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി ട്രാവൽ ടൈം വരുന്നത് അറൗണ്ട് 7 to 10 minutes ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫെറിയിലായത് 10 രൂപ മാത്രമാണ്. പിന്നെ ഇതൊരു ഷട്ടിൽ സർവീസാണ്. ഓരോ 20 മിനിറ്റിലും ഫോർട്ട് കൊച്ചിയിൽ നിന്നും അതുപോലെ വൈപ്പിൽ നിന്നും ജങ്കാർ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഫെറി ഇറങ്ങിയിട്ട് നേരെ പോയത് ഫോർട്ട് കൊച്ചിയിലെ ബിഷപ്പ് ഹൗസിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്നേക്കുന്നത് ബിഷപ്പ് ഹൗസിലാണ്. ഇവിടെ കിടലിന് ലൈറ്റിംഗ് ആണ്, നമുക്കൊന്ന് പോയി നോക്കാം. ഇൻസ്റ്റഗ്രാം റീൽസിലും ന്യൂസ് ചാനലിലും കണ്ട ബിഷപ്പ് ഹൗസിൻ്റെ ഡെക്കറേഷൻ നേരിട്ട് കണ്ട കാഴ്ച അതിമനോഹരമാണ്. നല്ല റഷായിരുന്നു ഇവിടെ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അടിപൊളിയല്ലേ? സൂപ്പറായിട്ട്. എവിടെ വെച്ച് കണ്ടതാണ്. ഇതിൻ്റെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നാട്ടോ, പക്ഷെ ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പേരറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഈ കാണുന്ന വലിയ സ്റ്റാർ മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള എല്ലാ ട്രീയും ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. എവിടെയാണെന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചു പോകാം. இது வந்து சன்னா மசாலாண்ணே. பச்சைக்கறி மற்ற கடலை எல்லாம் கொண்டு வந்து பொரி எல்லா ஐட்டம் மிக்ஸ் பண்ணி கொண்டு வர்றது. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ടൈം ഫോർട്ട് കൊച്ചി വേറെ വൈബാണ്. അപ്പോൾ നമ്മൾ ട്രീ കാണാൻ പോയിട്ടിരിക്കാം. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് വേളി ഗ്രൗണ്ടിലേക്കാണ്. ഇവിടെയാണ് ക്രിസ്മസ് ട്രീ ഉള്ളത്. വേളി ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി സ്റ്റേജിൽ മാത്രമല്ല, ഓൾ ഗ്രൗണ്ടും ഡാൻസ് വൈബായിരുന്നു. വേളി ഗ്രൗണ്ടിൽ ഏകദേശം 200 വർഷം പഴക്കമുള്ള ഈ ക്രിസ്മസ് ട്രീക്ക് 80 അടി ഉയരമുണ്ട്. ഈ ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2000-ലാണ്.
നൈറ്റ്സ് യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബ് ഓഫ് ഫോർട്ട് കൊച്ചി. ഈ ക്ലബ്ബാണ് ഈ ഇവൻ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വേളി ഗ്രൗണ്ടിലെ പപ്പാനി. അപ്പോൾ ഈ വേളി ഗ്രൗണ്ടിൽ തന്നെയാണ് ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഉള്ളൊരു പപ്പാനിയാണിത്. അപ്പോൾ ഈ പപ്പാനിയാണ് ഡിസംബർ 30 കത്തിക്കുന്നത്. കടന്നുപോയ വർഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് പപ്പാനിയെ കത്തിക്കുന്നത്. ഈ ചടങ്ങ് നടക്കുന്നത് ഡിസംബർ 31 അർദ്ധരാത്രിയാണ്. പിന്നെ തിരിച്ചു വീട്ടിലേക്ക്. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചി വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടിച്ചു പൊളിക്കാം. പക്ഷേ ഹാപ്പി ന്യൂ ഇയർ പറയണം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ബൈ.